ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു ക്യാപ്സിക്കം മുരിങ്ങയ്ക്ക ഇതുകൊണ്ടൊരു കറി ഉണ്ടാക്കാൻ പോയേ. അതിന് 2 ക്യാപ്സിക്കം എടുത്ത് അകത്ത് ഇതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മുരിങ്ങയ്ക്ക് നമുക്കിത് തുടങ്ങാം. ആദ്യം സ്റ്റൗ കത്തിക്കാം. നമ്മൾ പാത്രം ചൂടായി. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ഓയിലാണേ. എണ്ണ ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായി. അതിനകത്ത് ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കാം. 3 ഗ്രാമ്പ് ഇട്ട് കൊടുത്ത് 2 ഏലക്ക ഒന്ന് പൊട്ടിച്ച് 2 ഏലക്ക ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സവാള കൊത്തി അരിഞ്ഞത്, കുഞ്ഞായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കുക. ഈ സവാള ഒന്ന് വഴന്ന് വരണേ. ആ സമയം കൊണ്ട് അതിനകത്ത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തേ. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഷെയർ ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതിലോട്ട് മുരിങ്ങയ്ക്കയില്ലേ അതിട്ട് കൊടുക്കാം. ഇത് 2 മുരിങ്ങയ്ക്ക, ക്യാപ്സിക്കം 2 എണ്ണം. ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്യേ. ഇതിൽ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി. ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യേ. ഇനി ഇതിനകത്ത് വലിയൊരു തക്കാളി കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞതേ. തീ മീഡിയത്തിൽ കിടക്കുക. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ. ഇതൊരു ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചിട്ട് വേവിക്കാം. നമ്മുടെ തക്കാളി മുരിങ്ങയ്ക്ക നോക്കാം എന്തോലെ. 3-4 മിനിറ്റായി.
ഇനി തീ ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കട്ടെ. നമ്മളെ കറി നല്ല തിളച്ചരപ്പേ. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കസൂരി മേത്തി അതിട്ട് കൊടുക്കാം. നല്ല പൊടിച്ചിടുക. ഇനി ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഗരം മസാല, ഇനി ഇതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കം ഇല്ലേ, അതിട്ട് കൊടുക്കാം. ക്യാപ്സിക്കം അധികം വെന്ത് പോകരുത്. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. തീ ഒന്ന് മീഡിയത്തില്ല. ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ കറി 3-4 മിനിറ്റ് ആയേ. 3 മിനിറ്റ് കഴിഞ്ഞു. എല്ലാം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു തക്കാളി, അതിൻ്റെ അകത്തെ ഈ ഇതെല്ലാം മാറ്റിയിട്ട്, ഫ്ലഷ് എല്ലാം മാറ്റിയിട്ട് ഇങ്ങോട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 3 പച്ചമുളക് ഇതിനകത്ത് കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ചിടേ. തീ അണച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നമ്മുടെ കറി നോക്കേ. നല്ല മണം വരുന്നുണ്ട്. ഉണ്ടല്ലേ, നല്ല സൂപ്പർ കറിയായത്. ചപ്പാത്തിക്കും ചോറിനും ബെസ്റ്റ് കറിയായത്. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കണേ. ഇത് സിമ്പിളാ. അടിപൊളി കറി. അപ്പം ഇതൊരു ബൗളിലോട്ട് പകരേ. ഓക്കെ, നമ്മുടെ ഇതങ്ങ് മാറ്റാം. സ്റ്റാർ നല്ല സൂപ്പർ കറിയാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പം ക്യാപ്സിക്കം കിട്ടുമ്പം ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.